നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഫണ്ടമെന്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പറിലെ 6ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ് ഓഫ് മാർജിനലൈസ്ഡ് സെക്ഷൻസ്. ഇതാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചെറിയ 2 ടോപ്പിക്സ് ആണ്. ഒന്ന് ഹ്യൂമൻ റൈറ്റ്സ്, ചെറുതെന്ന് പറഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാനവരാശിയുടെ നിലനിൽപ്പിന് തന്നെ ആധാരം എന്നൊക്കെ പറയാവുന്ന ഒരു പോയിന്റ് ആണ് ഹ്യൂമൻ റൈറ്റ്സ്. അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൻസ് അനുഭവിക്കുന്ന ഈ മനുഷ്യാവകാശ ലംഘനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ. എന്താണ് മനുഷ്യാവകാശം എന്ന് നോക്കാം. മനുഷ്യാവകാശങ്ങൾ എന്നത് എല്ലാ മനുഷ്യർക്കും, അത് ജാതി, ലിംഗം, മത, വർണ്ണം, രാഷ്ട്രം, ഭാഷ, ദേശീയത, ഇതിനൊക്കെ അപ്പുറമായിട്ടുള്ള സാമൂഹിക നില, ഇതിനൊക്കെ അപ്പുറമായിട്ടുള്ള വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു ജന്മസിദ്ധ അവകാശങ്ങളെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. മനുഷ്യനായിട്ട് ഭൂമിയിൽ പിറന്ന എല്ലാവർക്കും ലഭിക്കുന്ന ഒരു അവകാശമാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്. അതിന് ഭാഷയോ ദേശരാഷ്ട്രമോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും മനുഷ്യരായി ജനിക്കുമ്പോൾ തന്നെ ലോകത്ത് ഉറപ്പ് തരുന്ന ഒരു അവകാശങ്ങളെയാണ് നമ്മൾ മനുഷ്യാവകാശങ്ങൾ അഥവാ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. മനുഷ്യാവകാശങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ജന്മസിദ്ധമാണ്. എന്ന് വെച്ചാൽ ജനിക്കുന്നത് തന്നെയാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. മനുഷ്യനായി ജനിക്കുന്നു എന്നത് തന്നെയാണ് ഈ മനുഷ്യാവകാശം ലഭിക്കുന്നതിനുള്ള യോഗ്യത. സാർവലൗകികത, യൂണിവേഴ്സാലിറ്റി എന്ന് വെച്ചാൽ ലോകത്ത് എല്ലായിടത്തും ഈ മനുഷ്യാവകാശങ്ങൾ ലഭ്യമാണ്, അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങൾ എല്ലായിടത്തും ലഭിക്കേണ്ടതുണ്ട്. ഇനി എല്ലാവർക്കും ഇത് ബാധകവുമാണ്. ഇനി ഇത് തള്ളിക്കളയാനോ നമ്മളിൽ നിന്ന് എടുത്തു കളയാനോ പറ്റാത്ത ഒരു ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ് ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്നത്. ഇത് ഭേദഗതി ചെയ്യാൻ പറ്റില്ല. ഭേദഗതി ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യാവകാശം എടുത്തു കളയാനൊന്നും ആർക്കും സാധിക്കില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മനുഷ്യാവകാശങ്ങൾ വന്നത്, അതിന് മുൻഗാമികളായിട്ടുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് നോക്കാം. ഒന്നാമത് 1215 മാഗ്ന കാർട്ട വരുന്നുണ്ട്. ബ്രിട്ടനിലെ രാജാവിന്റെ അധികാരങ്ങൾക്ക് നേരെയുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു പേപ്പറാണ് ഇത്, അല്ലെ, മാഗ്ന കാർട്ട. നമുക്കറിയാം. അപ്പൊ ഈ മാഗ്ന കാർട്ടയിലാണ് മനുഷ്യ അവകാശങ്ങളെ കുറിച്ചുള്ള ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത്. 1215 മാഗ്ന കാർട്ട. അതില് ഒരു വിളംബരം വരുന്നുണ്ട്. ബിൽ ഓഫ് റൈറ്റ്സ് ഒക്കെ ഇതിനെ തുടർന്നാണ് വരുന്നത്. മാഗ്ന കാർട്ടയൊക്കെ അടിസ്ഥാനപ്പെടുത്തി 1689 വരുന്ന ബിൽ ഓഫ് റൈറ്റ്സ്, ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വരുന്നുണ്ട്. പിന്നീട് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം 1789 ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ പടിപടിയായിട്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് ഇന്ന് കാണുന്ന രീതിയിൽ ഹ്യൂമൻ റൈറ്റ്സ് എല്ലാ മനുഷ്യർക്കും ഉറപ്പുവരുത്തുന്ന മനുഷ്യാവകാശങ്ങളായിട്ട് വരുന്നത്. ഇനി ആധുനികമായിട്ട് ഈ മനുഷ്യാവകാശങ്ങളുടെ കാര്യത്തിൽ ആധുനികമായിട്ട് വന്ന ചില മൂവ്മെന്റ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് UN ചാർട്ടർ ആണ്. മനുഷ്യാവകാശ സർവഘോഷണ രേഖ എന്ന് പറയുന്ന UN ചാർട്ടർ 1948 വരുന്ന UN ചാർട്ടർ വരുന്നുണ്ട്. പിന്നീട് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഒരു UDHR, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് എന്നാണ് 1948 ഡിസംബർ 10, അല്ലെ, നമ്മൾ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ടൊക്കെ ആചരിക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ടൊക്കെ നമ്മൾ ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യാവകാശ ഈ ഒരു പത്രികയ്ക്ക് 30 അനുച്ഛേദങ്ങളാണ്, 30 ആർട്ടിക്കിൾസ് ആണുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ജീവൻ നിലനിർത്താനും ജീവിക്കാനുമുള്ള അവകാശം എല്ലാ വ്യക്തികൾക്കും നൽകുന്നുണ്ട്. അതുപോലെ സ്വാതന്ത്ര്യവും സുരക്ഷയും, ഒരു മനുഷ്യനായി ജനിച്ചാൽ സ്വാതന്ത്ര്യത്തിനും സുരക്ഷയ്ക്കും അവൻ അർഹനാണ്. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള തടവും പീഡനം, ഇതിനെതിരെ ശിക്ഷ, ഇതിനെതിരെയുള്ള സംരക്ഷണം, അതുപോലെ നിയമത്തിന്റെ മുൻപിലുള്ള തുല്യത, സമത്വം, ഒരു സ്വന്തം ആയിട്ട് നമ്മുടെ സെൽഫ് ഡെവലപ്മെന്റിനുള്ള അവസരങ്ങള്, പ്രവർത്തന അവകാശം, വിദ്യാഭ്യാസ അവകാശം, അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യവും അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശവും ഒക്കെ ഓരോ പൗരനും ഉറപ്പുവരുത്തുന്നുണ്ട്. ഇനി നമ്മുടെ ഭരണഘടനയിലും ഭാരതീയ ഭരണഘടനയിലും മനുഷ്യാവകാശങ്ങളുണ്ട്. അപ്പൊ മൗലിക അവകാശങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ഭാഗം 3 മൂന്നാം ഭാഗത്തില് നമുക്ക് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗത്ത് നമുക്ക്
6 മൗലിക അവകാശങ്ങൾ നമ്മുടെ ഭരണഘടന ഓരോ പൗരനും ഉറപ്പുവരുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശം, അല്ലെ, ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ്സും അതോടൊപ്പം തന്നെ എല്ലാ മനുഷ്യർക്കും ഉറപ്പുവരുത്തുന്ന ഒരു മനുഷ്യാവകാശം കൂടിയാണ് ജീവിക്കാനുള്ള അവകാശം. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 19 അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം തരുന്നുണ്ട്. അതുപോലെ വിശ്വാസം, മതം അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ആർട്ടിക്കിൾ 25 അവകാശം തരുന്നുണ്ട്. ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം, ഈ ഒരു കാര്യത്തില് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പാസ്സാക്കപ്പെട്ട ഏറ്റവും സുപ്രധാന നിയമമാണ് 1993 പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ന്, ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും നിലവിൽ വരുന്നുണ്ട്. 1993 നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വരുന്നുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനത്തും സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻസും SHRCയും നിലവിൽ വന്നിട്ടുണ്ട്. അത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ ഈ സംഘടനകൾ സ്വീകരിക്കും. ഇനി എന്താണ് ഈ മനുഷ്യാവകാശ ലംഘനം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഉദാഹരണത്തിന് ഈ കസ്റ്റഡി മരണം, പീഡന മരണങ്ങള്, അതുപോലെ സ്ത്രീകൾക്ക് മേലുള്ള അതിക്രമങ്ങള്, ബാലവേല, കുടിയേറ്റക്കാർക്കുള്ള അവകാശ ലംഘനങ്ങള്, അതുപോലെ തന്നെ ഈ അഭയാർത്ഥികളെ നേരിടുന്ന പ്രശ്നങ്ങള്, പരിസ്ഥിതി നാശം മൂലമുള്ള പ്രോബ്ലംസ്, ഇതൊക്കെ മനുഷ്യാവകാശങ്ങളിൽ വരും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ മനസാക്ഷിക്ക് നിരക്കാത്ത ഏതൊരു പ്രവർത്തനത്തെയും നമുക്ക് ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റിന്റെ ലംഘനമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഇനി മനുഷ്യാവകാശങ്ങളുടെ ആധുനികമായിട്ടുള്ള ചില വെല്ലുവിളികൾ, മനുഷ്യാവകാശം നേരിടുന്ന ചില വെല്ലുവിളികളുണ്ട്. ഓരോ വ്യക്തിയും മൗലികമായിട്ട് ആ വ്യക്തിക്ക് ലഭിക്കേണ്ട അവകാശമാണ് മനുഷ്യാവകാശം. ആ മനുഷ്യാവകാശം നേരിടുന്ന വെല്ലുവിളിയാണ് ഒന്ന് ഭീകരവാദം എന്ന് പറയുന്നത്. ഭീകരവാദം, അതുപോലെ നമ്മുടെ പ്രൈവസിയുടെ ലംഘനം, അല്ലെ, സ്വകാര്യത നമ്മുടെ ഒരു മൗലിക അവകാശമാണ് സ്വകാര്യതയും. അപ്പൊ സ്വകാര്യതയുടെ ലംഘനം, അതായത് ഈ ഡിജിറ്റൽ ഹാക്കിങ്ങുകളൊക്കെ വരുന്നത് സ്വകാര്യതാ ലംഘനമായിട്ട് വരും. അതുപോലെ അഭയാർത്ഥികളാവേണ്ടി വരുന്നത്, രാജ്യത്ത് സുരക്ഷയില്ലാതെ രാജ്യം വിട്ടു പോകേണ്ടി വരുന്നത് ഈ അഭയാർത്ഥികൾ, അതുപോലെ ജാതി മതപരമായിട്ടുള്ള വൈരങ്ങള്, ഇതൊക്കെ തന്നെ നമ്മുടെ ഈ പറയുന്ന മനുഷ്യാവകാശത്തിന്റെ ലംഘനമായിട്ട് വരും. ഇനി ഫോംസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. എത്ര തരം മനുഷ്യ അവകാശങ്ങളുണ്ട്. ഒന്നാമത്തേത് സിവിൽ റൈറ്റ്സ് ആണ്. അത് സിവിൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി, ഒരു ആസ് എ സിറ്റിസൺ, ഒരു വ്യക്തിക്ക്, ഒരു പൗരൻ എന്ന നിലയിൽ വ്യക്തിക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യങ്ങളാണ് ജീവിക്കാനുള്ള അവകാശവും, ഭയം കൂടാതെ ജീവിക്കാനുള്ള അവകാശം, നിയമപരമായിട്ടുള്ള സംരക്ഷണം, ശാരീരികമായിട്ടുള്ള സുരക്ഷ, സ്വകാര്യതയുടെ സംരക്ഷണം, ഇതൊക്കെ നമ്മളുടെ ഒരു സിവിൽ റൈറ്റ് ആണ്, ഏതൊരു മനുഷ്യനും ലഭിക്കേണ്ടതാണ്. മറ്റൊന്നാണ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ വ്യക്തിക്ക് രാഷ്ട്രീയ രീതിയിൽ കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള അവകാശം, വോട്ട് ചെയ്യാനും സ്ഥാനാർത്ഥിയാകാനും പ്രതിഷേധം നടത്താനും ഭരണകൂടത്തെ വിമർശിക്കാനൊക്കെയുള്ള അവകാശം. പക്ഷെ ഇത് എല്ലാ മനുഷ്യർക്കും എവിടെ പോയാലും കിട്ടിക്കൊള്ളണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് ഓരോ രാജ്യത്തെ പൗരനും പ്രത്യേകമായിട്ട് പല പ്രൊവിഷൻസിലൂടെ ലഭിക്കുന്നതാണ് എന്നുകൂടി ഓർത്തിരിക്കുക. മറ്റൊന്നാണ് സോഷ്യൽ റൈറ്റ്സ്. സോഷ്യൽ റൈറ്റ്സ് ഒരു വ്യക്തിക്ക് ഒരു സാമൂഹ്യ ജീവിതം നയിക്കുന്നതിന് അനുഗുണമായിട്ടുള്ള സാഹചര്യങ്ങൾ ഓരോ വ്യക്തിക്കും ലഭിക്കുക. അതായത് ആരോഗ്യ സേവനങ്ങൾ ലഭിക്കാനുള്ള അവകാശം, താമസിക്കാനുള്ള സ്ഥലം ലഭിക്കാനുള്ള അവകാശം, സാമൂഹ്യ സുരക്ഷയ്ക്കും വിശ്രമത്തിനും ഒക്കെയുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും, എല്ലാ മനുഷ്യർക്കും ലഭിക്കേണ്ടതാണ്. മറ്റൊന്നാണ് സാമ്പത്തികമായിട്ടുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ടുള്ള അവകാശം തൊഴിൽ ചെയ്യാനും സമാനമായിട്ടുള്ള തൊഴിലിന് തുല്യ വേതനം ലഭിക്കാനും ഒക്കെയുള്ള അവകാശമാണ്. ജോലി ചെയ്യാനും, അതുപോലെ തെറ്റായ ജോലികൾ നിർബന്ധിതമായിട്ട് ചെയ്യാനുള്ള, അതായത് ലൈംഗിക വൃത്തികള്, അതുപോലെ തന്നെ ഈ ഇൻടോക്സിക്കന്റുകളുടെ ഒക്കെ ട്രാഫിക്, അത് ഇമ്മോറൽ ട്രാഫിക്, ഹ്യൂമൻ ട്രാഫിക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കാതെ ജീവിക്കാനുള്ള അവകാശം ഒക്കെ നമുക്ക് ഓരോ വ്യക്തിക്കും ഒരു സാമ്പത്തിക അവകാശമായിട്ട് ലഭിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊന്നാണ് സാംസ്കാരികമായിട്ടുള്ള അവകാശങ്ങളാണ്. സാംസ്കാരിക അവകാശം സ്വന്തം സംസ്കാരവും അതുപോലെ തന്നെ ഭാഷയും കലാരൂപങ്ങളും ഒക്കെ അപ്ഹോൾഡ് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ അവകാശമാണ് ഇത്. നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് മനുഷ്യാവകാശങ്ങളെ കുറിച്ചാണ്. ഇനി ഈ മനുഷ്യാവകാശങ്ങള് നിന്ന് വിട്ടു നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ ഒരു മാർജിനലൈസ്ഡ് സെക്ഷൻസിന് എങ്ങനെയാണ് ഹ്യൂമൻ റൈറ്റ്സ് ബാധിക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ മനുഷ്യാവകാശം മനുഷ്യനായി ജനിക്കുന്ന ഏതൊരു മനുഷ്യനും ലഭിക്കേണ്ടതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ വിട്ടു നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ചില വിഭാഗങ്ങളുണ്ട്, അല്ലെ, ശൂദ്രര്, ദളിതര്, ആദിവാസികള്, സ്ത്രീകള്, അതുപോലെ മൂന്നാം ലിംഗക്കാർ, ട്രാൻസ്ജെൻഡേഴ്സ്, ചില ന്യൂനപക്ഷങ്ങള്, മതന്യൂനപക്ഷങ്ങള്, റിലീജിയസ് മൈനോറിറ്റീസ്, അല്ലെ,
അതുപോലെ വൃദ്ധര്, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകള്, കുട്ടികള്, ഇവരൊക്കെയാണ് ഈ മാർജിനലൈസ്ഡ് വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവർ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. മുഖ്യധാരയിൽ നിന്ന് ഇവരെ പലതരത്തില് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14, 15, 17, 21 ഇതൊക്കെ ഇത്തരം വിഭാഗങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 14 എല്ലാവർക്കും നിയമത്തിന് മുൻപിൽ തുല്യത ഉറപ്പുവരുത്തുന്നു. ആർട്ടിക്കിൾ 15 ജാതി, മതം, ലിംഗം ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു. ആർട്ടിക്കിൾ 17 അസ്പൃശ്യത നിരോധിക്കുന്നു, അതായത് അൺടച്ചബിലിറ്റി നിരോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 21 നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ രീതിയിൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഏത് ന്യൂനപക്ഷങ്ങൾക്കും പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ യഥാർത്ഥത്തിൽ ലഭ്യമാകുന്നുണ്ടോ എന്നത് ഇതിന്റെയൊക്കെ ഇംപ്ലിമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് മാർജിനലൈസ് ചെയ്യപ്പെട്ട് സ്റ്റിൽ ഒരു വിഭാഗം മാർജിനലൈസ്ഡ് ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ ഈ ഒരു അന്തരമൊക്കെ കുറച്ചു കൊണ്ടുവരാനുള്ള നടപടികളാണ് ഇനി ഉണ്ടാവേണ്ടത്. ഇത് നമുക്ക് മനുഷ്യാവകാശ കമ്മീഷനുകളുണ്ട്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ഉണ്ട്, അതുപോലെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് അല്ലെ, മൈനോറിറ്റീസിന് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള കമ്മീഷൻസ് ഉണ്ട്. അതുപോലെ SC/ST വിഭാഗങ്ങൾക്ക്, കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്തരം കമ്മീഷൻസ് ഉണ്ട്. അപ്പൊ ഇത്തരം കമ്മീഷനുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ മൈനോറിറ്റിയുടെയും ഇഷ്യൂസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് തന്നെ അഡ്രസ് ചെയ്യപ്പെടും. എല്ലാവർക്കും നീതി ലഭിക്കും. എല്ലാവരെയും തുല്യമായി കാണുന്ന ഒരു മഹത്തായ രീതിയിലേക്ക് ഉടനെ തന്നെ ലോകം വളരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ യൂണിറ്റ് ഇവിടെ തീരുന്നു. താങ്ക് യു.